റബ്ബർ സബ്സിഡിക്ക് 500 കോടി രൂപ വകയിരുത്തി ബജറ്റ് ടാറിങ്ങിന് റബ്ബർ ഉപയോഗിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തി. സർ, റബ്ബർ സബ്സിഡിക്ക് 500 കോടി രൂപ വകയിരുത്തുന്നു. സർ, റബ്ബർ മേഖല ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ റബ്ബറിന്റെ വിലയും ഉൽപാദനവും ഉപഭോഗവും ഒരേപോലെ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. സർ, റബ്ബറൈസ്ഡ് റോഡുകൾ ഇപ്പോൾ തന്നെ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും കൂടുതലായി അത് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. പൊതുമരാമത്ത് വകുപ്പും കിഫ്ബിയും ഏറ്റെടുക്കുന്ന റോഡ് നിർമ്മാണങ്ങളിൽ ടാറിനൊപ്പം റബ്ബർ മിശ്രിതം കൂടി ചേർക്കുന്ന രീതി അവലംബിക്കും. ഈ പദ്ധതിയുടെ പ്രോത്സാഹനത്തിനായി ഈ വർഷം 50 കോടി രൂപ മാറ്റിവെക്കുന്നു. താങ്ങുവില വർദ്ധിപ്പിക്കാത്തതിന്റെ നിരാശയിലാണ് സംസ്ഥാനത്തെ റബ്ബർ കർഷകർ. സബ്സിഡി തുക നൽകാനുള്ള 500 കോടിക്ക് അപ്പുറത്തേക്ക് കാര്യമായ പ്രഖ്യാപനങ്ങൾ ബജറ്റിലില്ല. ഉൽപാദന ചിലവേറുമ്പോഴുള്ള നഷ്ടം മറികടക്കാൻ നിലവിലെ പ്രഖ്യാപനം കൊണ്ട് കഴിയില്ല എന്നാണ് കർഷകരുടെ പരാതി. നിലവിലുള്ള സബ്സിഡി തുക തന്നെ കർഷകർക്ക് ലഭിക്കാനുണ്ട്. അങ്ങനെയിരിക്കെ 500 കോടി രൂപ പ്രഖ്യാപനം കാര്യമായ ഗുണമുണ്ടാക്കുന്നതല്ല എന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. താങ്ങുവില 200 രൂപയാക്കുമെന്ന പ്രഖ്യാപനം നടത്താത്തതാണ് കർഷകരെ ചൊടിപ്പിച്ചത്. റബ്ബർ മേഖലയിൽ 500 കോടി എന്ന് പറയുന്നത് ഒരിക്കലും പര്യാപ്തമല്ല. അതിഭയങ്കരമായ ഒരു വിലത്തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കർഷകരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു നടപടിയും എടുക്കാത്ത തികച്ചും കർഷകരെ ദ്രോഹിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. 1 കിലോ RSS4 റബ്ബറിന് 169 രൂപയാണ് വില. ഉൽപാദന ചെലവ് മറികടക്കാൻ ഇത് പര്യാപ്തമല്ല എന്നാണ് കർഷകർ പറയുന്നത്. നിലവിൽ 170 രൂപയാണ് റബ്ബറിന്റെ താങ്ങുവില. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞ സാഹചര്യത്തിൽ കമ്പനികൾ വൻതോതിൽ റബ്ബർ വാങ്ങിക്കൂട്ടിയിരുന്നു. ഇതാണ് വില തകർച്ചയ്ക്ക് കാരണമായത്. ന്യൂസ് 18 കോട്ടയം.